ജി ക്ലാസിന്റെ റിയർ എൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. അതൊരു ആ ഒരു പഴമ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ക്ലാസിക് ടച്ച് ഉള്ള ഒരു റിയർ പോർഷൻ ഉള്ളത്. കാരണം ആ സ്ക്വയർ ഷേപ്പ് ഫ്രണ്ടിലും റിയറിലും വന്നിട്ടുള്ള ആ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയും കാലത്തിലും ആ ഒരു ഷേപ്പ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ആകെ വരുത്തിയിരിക്കുന്ന മാറ്റം, ആദ്യം ഇതിൽ വന്നിരുന്ന ഓപ്ഷണലായിട്ട് ഒരു സ്പ്ലിറ്റ് ഡോർ ഉണ്ടായിരുന്നു. അത് സ്പ്ലിറ്റ് ഡോറും സിംഗിൾ ഡോർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പം വെറും സിംഗിൾ ഡോർ മാത്രമാണ് അവൈലബിൾ. പക്ഷെ ചില സ്പ്ലിറ്റ് ഡോർ ചില വേരിയൻസ് ഉണ്ട്. ലൈക്ക് ഈ ജി ഗാർഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അതായത് എസ് ക്ലാസ് ഗാർഡിലെല്ലാം വരുന്ന പോലെ ബുള്ളറ്റ് പ്രൂഫ് വേരിയന്റ്. അതിൽ സ്പ്ലിറ്റ് ഡോർസ് ആണ് കൊടുത്തത്. കാരണം ഒറ്റൊരു ഡോറിൽ ഇത്രയും വെയിറ്റുള്ള ഗ്ലാസ് ഹെവി ആയതുകൊണ്ട് അത്രയും ഇഞ്ചസിന് താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് സ്പ്ലിറ്റ് ഡോർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറമെ ഏതൊരു SUV-ലും വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു എലമെന്റ് ആയി നിൽക്കുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്നി ടയേഴ്സ് അത് ഈ ജി വാഗണിലുണ്ട്. കാരണം മൊത്തം ഫുൾ സൈസ് ടയർ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വീതിയുള്ള ഒരു സ്റ്റെപ്നി ടയേഴ്സ് ബാക്കിലുണ്ട്. പിന്നെ വരുത്തിയിരിക്കുന്ന ചേഞ്ച് എന്ന് പറയാനുള്ളത് പുതിയ ടെയിൽ ലൈറ്റ്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്നത് സാധാരണ ഒരു മറ്റേ ട്രക്സിലും മറ്റേ കൊമേഴ്ഷ്യൽ വെഹിക്കിളിലെല്ലാം കണ്ട രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പം ഈ LED ടെയിൽ ലൈറ്റാണ്. പക്ഷെ ആ ഷേപ്പ് അത്രയും ആ പ്രൊവിഷൻ അത് മാറ്റാതെ അതിലൊരു പുതിയ ഷേപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു റിയർ ബമ്പേഴ്സ് ആണുള്ളത്. സ്പ്ലിറ്റ് അല്ല, ആക്ച്വലി അതൊരു ഒറ്റ പീസ് തന്നെയാണ്. പക്ഷെ സ്പ്ലിറ്റ് ആയിട്ടാണ് തോന്നുക. സെൻട്രലിലാണ് അതിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ബിഗിനിങ്ങിൽ വന്നിരുന്ന 460 വന്നിരുന്ന സ്പ്ലിറ്റ് ആയിട്ട് 2 പീസ് ബമ്പേഴ്സ് ആയിരുന്നു. എന്നാൽ പുതിയത് വരുന്ന ഒറ്റ പീസ് ആണെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ഉള്ളത്. അതിൽ തന്നെയാണ് ഒരു ഫോഗ് ലാമ്പിനുള്ളതും പിന്നെ റിവേഴ്സ് ലൈറ്റിനുള്ള ഒരു ലൈറ്റും പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെഹിക്കിളിന് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ എക്സ്ട്രാ ആണത് ട്രailer ഹുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു റിയർ വൈപ്പർ എല്ലാം തന്നെ ഈ 1979 ഓൺവേർഡ്സ് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ജി വാഗണിൽ വന്നിട്ടുണ്ട്. കാരണം ഓഫ് റോഡ് ആയതുകൊണ്ട് എപ്പോഴും ബാക്കിൽ പൊടിയും ചളിയെല്ലാം പറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് വാഷ് ചെയ്ത് കളയാനുള്ള രീതിയിലുള്ള വൈപ്പേഴ്സും അന്ന് തന്നെ വന്നിട്ടുണ്ട്. ബീങ് AMG മോഡൽ, ആ ഒരു AMGയുടെ ലോഗോ അത് ശരിക്കും അതിന്റെ ആ പവറും ഫീലും നൽകുന്നത്. മുമ്പത്തെ നമ്മൾ എപ്പിസോഡിലെല്ലാം കണ്ടിട്ടുണ്ട് AMG ഹൗ മച്ച് സ്പോർട്ടി ദ എഞ്ചിൻ ഈസ്. സോ വിൽ എക്സ്പീരിയൻസ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ഫ്രം ദിസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു റിയർ പോർഷനിലും ആ ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ആ ഒരു റഗഡ്നെസ്, സ്പോർട്ടിനേക്കാളേറെ റഗഡ്നെസ് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത്. മെർസിഡീസ് ഈ ജി വാഗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്റ്റീൽ റിം മാത്രമായിരുന്നു കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ കാലങ്ങൾ വന്നപ്പം ഓപ്ഷണൽ ആയിട്ട് അലോയ് വീൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ 463 വേരിയന്റ് വന്നതോട് കൂടിയിട്ട് പല ഓപ്ഷണലും വീൽസിൽ വന്നു തുടങ്ങി. കാരണം പല ഡിസൈനും പിന്നെ പുതിയ ജനറേഷനിലെല്ലാം തന്നെ നമുക്കറിയാം വീൽ ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ ഒരു ഡിസൈൻ ഇത് 2010 AMG വീൽസ് ആണ്. ഇത് 5 സ്പോക്കോട് കൂടിയ വീലാണ്. ഇതിന്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന വീലിനേക്കാളും ഒരു ഡിഫറെന്റ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് 19-inch അലോയ്സ് ആണ്. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 275/55 റേഡിയൽ ടയേഴ്സ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് എ പക്ക ഓഫ് റോഡ് ടയർ. കാരണം നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഏത് കണ്ടീഷനിലും പോകണം എന്നുള്ളത് കൊണ്ടും ഒരു പക്ക ഒരു ഓഫ് റോഡ്, ഒരു പ്യൂർ ഓഫ് റോഡർ ആണ് എന്നുള്ളത് കൊണ്ടും തന്നെ വെറും ഒരു റോഡ് മാനറിസത്തിന് മാത്രമുള്ള ടയേഴ്സ് അല്ല, ഒരു ഓഫ് റോഡിനും കൂടി പറ്റുന്ന രീതിയിലുള്ള ടയേഴ്സാണ് യൂസ് ചെയ്തത്. എന്നാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻസ് എല്ലാം തന്നെ റോഡിൽ നോയ്സ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with FE 500 grade. Added values: earthquake resistant, corrosion resistant and cost effective. എന്റെ വീടിന്റെ hidden strength Kairali TMT കമ്പികൾ. Kairali TMT Steel, the choice of a lifetime. A Kalliyat product. നിലാവിന്റെ ശാന്തതയും സൂര്യ തേജസ്സും ഉണ്ടാകും. കർമ്മപുണ്യങ്ങളുടെ ഐശ്വര്യവും. Calicut Landmark. Own your own landmark. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ബാഹ്യസുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗൃഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി TMT സ്റ്റീൽ ബാർസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം. എ കള്ളിയത്ത് പ്രോഡക്റ്റ്. VKC, my confidence. VKC Pride. Kairali TMT Steel, the only manufacturer for Steel Authority of India.
Now with FE 500 grade. Added values, earthquake resistant, corrosion resistant and cost effective. എന്റെ വീടിന്റെ ഹിഡൻ സ്ട്രെങ്ത് കൈരളി TMT കമ്പികൾ. Kairali TMT Steel, the choice of a lifetime. A Kalliyat product. കഴിഞ്ഞ 30 years ആയിട്ട് എക്സ്റ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും മെർസിഡീസ് വരുത്തിയിട്ടില്ലെങ്കിലും ഇന്റീരിയറിന്റെ കാര്യത്തിൽ എപ്പോഴും വളരെ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു 463 എന്ന വേരിയന്റ് വന്നത് മുതൽ ഇന്റീരിയർ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഒരു എസ് ക്ലാസിന് താഴെയായിട്ടും ഇ ക്ലാസിനായിട്ടും ടോപ്പ് ഓഫ് ദി റേഞ്ച് ഒരു വേരിയന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും സാധാരണ ജി ക്ലാസ് വരാറുണ്ട്. ഇപ്പം എന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെഹിക്കിളിൽ തന്നെ ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈക്വലൻ ടു ദ ടോപ്പ് ആൻഡ് ഇ ക്ലാസ് വേരിയന്റ്. അതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിലും തന്നെ ലഭ്യമാണ്. ഇപ്പോൾ 3 zone AC വരുന്നുണ്ട്, പിന്നെ ക്ലൈമട്രോണിക് 3 zone പ്ലസ് ക്ലൈമട്രോണിക് AC ഉണ്ട്, പിന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, പിന്നെ ഇവിടെ ഇതിൽ വന്നിരിക്കുന്ന സിസ്റ്റം എല്ലാം തന്നെ അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിലും ആ ഒരു ചേഞ്ചസ് എപ്പോഴും നമുക്ക് കാണാം. പിന്നെ പക്ഷേ ഈ ഒരു ലേ ഔട്ട്, കാരണം ഈ ഒരു ഡിസൈനിൽ കാര്യമായ മാറ്റം വരുത്താണ്ട് ഈ ഒരു ഡാഷ്ബോർഡിലെല്ലാം വരുത്തിയിരിക്കുന്ന ആ ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ കൂടി ആ ഡാഷ്ബോർഡെല്ലാം തന്നെ അന്നുണ്ടായതിൽ നിന്ന് വല്ല ഒരു ഷേപ്പിൽ വലിയൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. കാരണം പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഫങ്ഷണൽ ആണിത്. കാരണം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വളരെ എക്കണോമിക്കലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ റീച്ചബിൾ ആയിട്ടുള്ള രീതിയിലുള്ളത്. പിന്നെ അതിന്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ളത്. കാരണം വെൻ യു ഡ്രൈവ് ദിസ് യു വിൽ ഫീൽ ദാറ്റ് യു ആർ റൂളിംഗ് ദ റോഡ്. ആ ഒരു പൊസിഷനാണ് ഇതിൽ ലഭിക്കുന്നത്. അതുകൊണ്ടെല്ലാം തന്നെ ആയിരിക്കാം ഇപ്പൊ ദുബായിലെല്ലാം തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇവിടുത്തെ റൂളറാണ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് ജി ക്ലാസ് ആണ്. പിന്നെ ഒട്ടുമിക്ക ഷെയ്ക്കും പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ VIPs എല്ലാം തന്നെ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നതും സെൽഫ് ഡ്രിവൺ ആയിട്ട് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ഇത്. ആ ഒരു ഫീലിംഗ് ഒരു ശരിക്കും ഒരു റൂളിംഗ് ദ റോഡ് എന്ന ഫീലിംഗ് ശരിക്കും കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റ്സ് ഉള്ളത്. ഈ ഒരു പൊസിഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയി എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഓഫ് റോഡിംഗ് എല്ലാം ചെയ്യുമ്പം ഏറ്റവും അധികം നമ്മൾ റോഡ് വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ റോഡ് വ്യൂ നമുക്ക് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാ ആംഗിളും ശരിക്കും കാണുന്ന രീതിയിലാണ് ഈ ഒരു പോസ്ചർ ഉള്ളത്. അത് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ സീറ്റ്സിലെല്ലാം തന്നെ നല്ല ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഉള്ളതിനേക്കാൾ ഒരു ബെറ്റർ ക്വാളിറ്റി ഒരു ഫോളസ്റ്റും പിന്നെ നല്ല ലെതർ എല്ലാം ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വെഹിക്കിൾ ഗ്രേ ടോൺ ആണ്. നമുക്ക് കളർ ചോയ്സ് അനുസരിച്ചിട്ട് ഈ കളർ ഇന്റീരിയർ കളേഴ്സിലും നമുക്ക് ചോയ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉടനീളം വുഡ് ട്രിം എല്ലാം കമ്പനി ആ ഒരു ലക്ഷറി ഫീൽ കൊടുക്കാൻ നൽകിയിട്ടുണ്ട്. പിന്നെ സൺറൂഫ് ഓപ്ഷനല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ 5 സീറ്റാണ് അതില് സെക്കൻഡ് റോ സീറ്റിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് ലഭ്യമാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന രണ്ടും ഒരു സൈഡ് റോ സീറ്റ്സ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അതല്ല ആരെങ്കിലും 7 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെക്കാനും പറ്റും. ഈ ഒരു ഡിസൈൻ ലേ ഔട്ട് ഇന്റീരിയർ ലേ ഔട്ടാണ് കമ്പനി കൊടുത്തിട്ടില്ലെങ്കിലും ഇതിന്റെ ഒരു ഗാർണിഷിംഗ് എല്ലാം തന്നെ ഒരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ്. ഈ ഒരു ഇത്രയും ഡിസൈൻ എക്സ്പെൻസീവ് കാർ, കാരണം ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 crore വില വരുന്നൊരു വെഹിക്കിളാണത്. എന്നാൽ ആ ഒരു വില കൊടുക്കുമ്പോൾ അതിന്റെ ഫങ്ഷനാലിറ്റി അല്ലാതെ തന്നെ ഇന്റീരിയറിൽ നമുക്ക് ലക്ഷറി ഫീൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ സ്പെൻഡിങ് ഫോർ ദാറ്റ് മണി ആൻഡ് യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്.